പാലക്കാട് മേനോൻപാറയിൽ ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവം ദീപികയ്ക്ക് അപസ്മാരമാണെന്ന് ഭർത്താവ് തെറ്റിദ്ധരിപ്പിച്ചതായി നാട്ടുകാർ. 30 വയസ്സ് മാത്രം പ്രായമുള്ള ദീപിക ആത്മഹത്യയിലേക്ക് ഭർത്താവ് പ്രേരിപ്പിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കൊഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്ത ഭർത്താവ് ശിവദാസ് റിമാൻഡിലാണ്. ഒന്നിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇരുവരും ഒന്നിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പക്ഷേ കഴുത്തിലെ കുരുക്ക് ലൂസാക്കി ഭർത്താവ് തഞ്ചത്തിൽ പിന്മാറി. ഇരുപത്തഞ്ചിന് വൈകിട്ട് 7 ദീപികയ്ക്ക് അപസ്മാരമാണെന്ന് പറഞ്ഞ് ഭർത്താവ് ശിവദാസൻ അയൽവാസികളെ വിളിക്കുകയായിരുന്നു. അയൽവാസിയായ ജാൻസി റാണിയും ഭർത്താവും ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തി നോക്കുമ്പോൾ ദീപിക നിലത്ത് ബോധമില്ലാതെ കിടക്കുകയാണ്. ശിവദാസൻ കൃത്രിമ ശ്വാസവും നൽകുന്നുണ്ടായിരുന്നു. അയൽവാസികളും ശിവദാസനും ചേർന്ന് ദീപികയെ കൊഴിഞ്ഞാമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴേക്കും ദീപിക മരണപ്പെട്ടിരുന്നു. உள்ள போய் பார்க்கும்போது அந்த பொண்ணு கீழே படுத்திருந்தது, அந்த தம்பியும் படுத்திருந்தா, அப்படி சுவாசம் கொடுத்துட்டு இருந்தா. அப்படி அப்போ என்னாச்சு அப்படின்னு கேட்டப்போ ஃபிக்ஸுன்னு சொன்னேன். அப்படி அப்போ திரும்பவும் என்னாச்சு அந்த பொண்ணுகிட்ட உலுக்கி கேட்டப்போ நான் ஒன்றும் பேசலை. கை கண்ணெல்லாம் விரைச்சிருச்சு. அப்புறம் என்னன்னு கேட்டப்போ மேலே கை காணிச்சா. அப்படி மேலே பார்க்கும்போது சாரி இருந்துச்சு. அப்போ நான் அப்போவே வெளியே வந்து ஆளுங்களையெல்லாம் கூப்பிட்டு வண்டியில் ஜீவனம் காட்டியும் ஆஸ்பத்திரி கொண்டு போகலான்ட்டு கூட்டிகிட்டு போயிட்டாங்க. ദീപികയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ശിവദാസന്റെ കോട്ടായിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കാണ് മേനോൻപാറയിലെ ദീപികയുടെ വീട്ടിലെത്തിയത്. കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലെന്ന വിഷമത്തിലാണ് ഇരുവരും ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. ഒറ്റ സാരിയിൽ 2 ഭാഗത്ത് കുരുക്കിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്നാൽ ശിവദാസന്റെ കുരുക്ക് മുറുകാത്ത രീതിയിലാണ് ഇട്ടിരുന്നത്. ദീപിക സാരിയിൽ തൂങ്ങിയതോടെ ശിവദാസൻ സൂത്രത്തിൽ ഒഴിഞ്ഞുമാറി. ദീപികയുടെ വീട് അവർ കോട്ടയിൽ നിന്ന് ഇവിടെ ഒരു ഉച്ചയ്ക്ക് ഇവിടെ വന്നു, 1-1:30 വന്നു. പിന്നെ ഒരു 7 മണിക്കാണ് ഈ സംഭവം നമുക്ക് അറിയുന്നത്. ഒരു 7-7:30 ഉണ്ടാകുമ്പോൾ അവർ കല്യാണം കഴിച്ച് 6 വർഷവും എന്തോ ഉണ്ട്. കുട്ടികളുള്ള ഒരു വിഷമം പറഞ്ഞിട്ട് രണ്ടാളും കൂടി ചെയ്തു പറഞ്ഞു. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു എന്ന് അങ്ങനെ പറഞ്ഞത്, ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. പിന്നീട് കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക സൂത്രധാരണത്തിന്റെ ചുരുളഴിഞ്ഞത്. ശിവദാസിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ശിവദാസിനെ കുരുക്കിയത് മൊഴികളിലെ വൈരുദ്ധ്യമാണ്. കഴിഞ്ഞ ദിവസം ശിവദാസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.